ഇവിടെ തുടങ്ങുന്നു നമ്മുടെ പ്രശ്നം. നിങ്ങൾ പാൻ കാർഡ് എടുത്തു നോക്ക്, നിങ്ങൾ ആധാർ കാർഡ് എടുത്തു നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നിങ്ങളിത് അനുഭവിക്കുമ്പോൾ മാത്രമേ, നെട്ടോട്ട് ഓടുമ്പോൾ മാത്രമേ ഇത് അനുഭവിക്കൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സീരിയസ് ആണ്. നമസ്കാരം. വടകര MP ഷാഫി പറമ്പിൽ ഒരു മഹാനാണ്, ജനകീയനാണ്, ജനങ്ങളെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്നവനാണ്, ജനങ്ങളും ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന ആള് എന്നൊക്കെയാണ് വൈപ്പ്. അങ്ങനെയാണ് വൈപ്പ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ജാടയാണ്, കപട നാടകമാണ് എന്ന്. ഏത് ഷാഫി പറമ്പിൽ അങ്ങനെ കാണുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്, ഞാനിതിവിടെ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, ഇന്ത്യയിൽ 145 കോടി ജനങ്ങളുണ്ട്. നമ്മൾ MLA-മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് നമ്മളൊരു വിഷയം കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നത് നമുക്ക് വേണ്ടിയും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഈ കേരളത്തിലുള്ളവർക്കും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു MP-യോട് ഒരു കാര്യം പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഈ സാധാരണക്കാരുടെ ഭാവി ആ MP-യുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിന് ലോക്സഭയിൽ നിന്ന് എന്തെങ്കിലും പാസ്സാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫണ്ടോ എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ MP-യോട് പറയാനല്ലാതെ വേറെ മാർഗ്ഗമില്ല. ആരോട് പോയി പറയാനാ? അതിനുവേണ്ടി നമ്മൾ MP-യോട് പറയും. ഇനി MP-യെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ PA വിളിച്ച് കാര്യം പറയും. MP അത് അറിഞ്ഞു എന്ന് ഉറപ്പുവരുത്തും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം നാട്ടിൽ ഉള്ള സമയത്ത്, വീട്ടിലുള്ള സമയത്ത്, ഓഫീസിലുള്ള സമയത്ത് പോയി കാണാൻ ശ്രമിക്കും. ഇനി അങ്ങ് ഡൽഹി പോയി കാണണമെന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കും. അതുപോലെ തിരുവനന്തപുരത്ത് പോയി നമ്മുടെ MLA കാണണമെന്ന് വെച്ചാൽ അതിന് ശ്രമിക്കും. ഇത് തന്നെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് 140 MLA-മാരാണല്ലോ നമുക്കുള്ളത്. അതിൽ രാഹുൽ മാങ്കൂട്ടം ഒഴികെ, രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തുന്നത് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം MLA ആവുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എല്ലാ MLA-മാർക്കും കത്തെഴുതി. ഒരു ലൈസൻസിന് വേണ്ടി ഞാൻ നടന്നതുകൊണ്ടാണ്. അതായത് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിലെ ഓൺലൈൻ ഭാഗത്തിന് ലൈസൻസ് കൊടുക്കാൻ സംവിധാനം ഇല്ല, ഇന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1967 നിയമമാണ് അത്രേ. ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് ഓൺലൈനിൽ നിന്നൊരു മെനു കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ തീരുന്നൊരു വിഷയം. ഞാൻ 1 വർഷം കാത്തു നിന്നതിന് ശേഷം ബാംഗ്ലൂർ പോയി എന്റെ കമ്പനി തുടങ്ങി. അതാണ് എന്റെ അനുഭവം. കേരളത്തിലെ 140 MLA-മാർ ഇൻക്ലൂഡ് പിണറായി വിജയൻ, അവരുടെ എല്ലാവരുടെ മെയിലിലേക്ക് ഞാൻ മെയിൽ ചെയ്തു. വിഷയങ്ങളെല്ലാം കാണിച്ച് മെയിൽ ചെയ്തു. കേരളത്തിന്റെ ഖജനാവിലേക്ക് എല്ലാ വർഷവും കോടികൾ, മാസം തന്നെ കോടികൾ വരുന്നതാണ്, ടാക്സ് ഇനത്തിൽ വരുന്നതാണ്. ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. എല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്, കേരളത്തിലും മാറ്റം വരുത്തണം എന്ന് പറഞ്ഞിട്ട് ആരും അത് മൈൻഡ് ചെയ്തില്ല. ആരും ഒന്നും പറയാൻ പറ്റില്ല. TV ഇബ്രാഹിമിന് മാത്രം അത് മനസ്സിലായി. അദ്ദേഹം അത് വേണ്ടപ്പെട്ട ഓഫീസിൽ എത്തിച്ചു. പക്ഷെ ഒരനക്കവും അതിനെ സംബന്ധിച്ച് ഇതുവരെയും ഇല്ല. VD സതീശന്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നു, നോക്കൂല്ലോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ഏതായാലും ബാംഗ്ലൂരിൽ പോയി കമ്പനി തുടങ്ങി. വേറെ നിവൃത്തിയില്ലല്ലോ, എന്റെ ആവശ്യമാണ്. 3 ദിവസം കൊണ്ട് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പറ്റി. 1 മാസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടും എല്ലാം ഓപ്പൺ ആയിപ്പോ എന്റെ കമ്പനി ഏകദേശം 1 വർഷമായിട്ട് മാന്യമായി പ്രവർത്തിച്ചു വരുന്നു. ഇതാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥ. ഇനി ഷാഫി പറമ്പിലിന്റെ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ വാട്സപ്പിലേക്ക് ഞാനൊരു ഡോക്യുമെന്റ് അയച്ചു കൊടുത്തു. അതിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചു. അദ്ദേഹം ഏതോ പ്രോഗ്രാമിലാണ് എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ മീറ്റിംഗിലോ എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട്, ഫോൺ എടുത്ത സ്റ്റാഫിനോട് പറഞ്ഞു, ഞാൻ കഥയൊന്നും പറയുന്നില്ല, ഷാഫിയുടെ വാട്സപ്പിലേക്ക് ഞാൻ ഒരു PDF അയച്ചിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണ്ടത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടത് ചെയ്യണം. വേറെ ആരും ഇപ്പൊ പറയാനില്ല. നമുക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ പറഞ്ഞ കേൾക്കുന്നു, ബോധമുണ്ട് എന്ന് തോന്നുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്നും പറഞ്ഞു വെച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞോളാന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഡോക്യുമെന്റ് അയച്ചു, PDF ഞാൻ അയച്ചു. നോക്കൂ, ഷാഫി പറമ്പിൽ ആ മെസ്സേജ് കണ്ടു എന്ന്, നോട്ടഡ് എന്ന് അദ്ദേഹം ടൈപ്പ് ചെയ്തിട്ടു. അതിനുശേഷം ഞാൻ താങ്ക് യു എന്നും പറഞ്ഞു. എന്നാൽ ഈ വിഷയം ഷാഫി പറമ്പിലിന്റെ മറ്റൊരു സുഹൃത്ത്, ഞാൻ ആ സുഹൃത്തിന്റെ പേര് ഇവിടെ പറയുന്നില്ല, ഒരു സുഹൃത്തിനോട് ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന്. ആ സുഹൃത്തും ഞാനുമായിട്ട് പേരും കച്ചറുണ്ടായി. കാര്യം UDF-ന്റെ നിലപാട്, കഴിഞ്ഞ പ്രതിപക്ഷത്തിരുന്ന കുറെ MLA-മാരുണ്ടല്ലോ, അവരൊന്നും കൃത്യമായി ഈ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് ഞാൻ പരാതി പറഞ്ഞപ്പോ കോൺഗ്രസിന് പറഞ്ഞതിൽ മൂപ്പർക്ക് പറ്റിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നുണ്ടെങ്കിലും അദ്ദേഹം ഷാഫി പറമ്പിലിനെ വിളിച്ച് കാര്യം സംസാരിച്ചു. ഒരാൾ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് അയച്ചിട്ടുണ്ട്, അത് കാര്യപ്പെട്ട സംഗതിയാണ്, അതൊന്ന് പരിഗണിക്കേണ്ടതാണ്, അവസരം കിട്ടിയാൽ അതൊന്ന് ബോധ്യപ്പെടുത്തണം അങ്ങ് ഡൽഹിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞത്രേ, അങ്ങനെ ഒരു ഡോക്യുമെന്റ് എനിക്ക് വന്നില്ല, അങ്ങനെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജും വന്നില്ല, അങ്ങനെ ഒരാൾ എന്നെ കോൺടാക്റ്റും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഷാഫി പറമ്പിലിന്റെ പേഴ്സണൽ വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നത് വേറെ ആരെങ്കിലും ആണോ? ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഡോക്യുമെന്റ് അയാൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നോട്ടഡ് എന്ന് പറഞ്ഞ എന്താ സംഭവം? ഏതായാലും ഷാഫിക്ക് വേണ്ടിയിട്ട് തല്ലുകൂടിയിട്ടുള്ള ആ ആള് വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ ഷാഫിയെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്, താങ്കളുടെ നമ്പറിൽ നിന്ന്, ഇന്ന നമ്പറിൽ നിന്നാണ് ഈ ഡോക്യുമെന്റ് വാട്സപ്പിലേക്ക് വരിക എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് യാതൊരു റിപ്ലൈ ഇല്ല. എനിക്ക് റിപ്ലൈ വേണ്ട, കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
കാര്യം ഇവരൊക്കെ ഇത്തരക്കാരാണ് എന്ന് കൃത്യമായിട്ടും ആ സമയത്തേക്ക് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരൊക്കെ വെറും ജാടകളാണ്. അന്ന് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച എന്താണ്, വിമാന ടിക്കറ്റിനെ കുറിച്ചാണ്. അതായത് സീസണായിട്ടും അല്ലാതെയും അവസരത്തിന് തോന്നുന്നത് പോലെ ടിക്കറ്റ് ചാർജ് കൂട്ടുന്ന ഇന്ത്യയിലെ വിമാന കമ്പനികളെ നിലയ്ക്ക് നിർത്തണമെന്നാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അതിനാണ് മുഴുവൻ അംഗങ്ങളുടെയും കയ്യടി കിട്ടിയത്. ഞാനടക്കമുള്ള മുഴുവൻ ആൾക്കാരും വീഡിയോ ചെയ്തു. ഇനി ഷാഫി പറമ്പിലിന് അയച്ച ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് എന്താണെന്ന് ഞാൻ വിശദമായി പറയാം. ഇത് കേൾക്കാതെ നിങ്ങൾ പോകരുത്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ 145 കോടി ജനങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. ഇതിന് കേന്ദ്ര സർക്കാർ ഒരു നടപടി എടുക്കാതെ, ഒരു നിലപാടെടുക്കാതെ, കേരള സർക്കാർ അംഗീകരിക്കാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. നമ്മൾ വെറുതെ നട്ടല് വീർപ്പാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയല്ലാതെ ഒരു പരിഹാരം ഉണ്ടാവില്ല ഇവരൊന്ന് മനസ്സ് വെച്ചില്ലെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായി ഷാഫി പറമ്പിലിന് ഒരു കത്തെഴുതിയത്. ഈ കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ, ബാങ്കിങ് സെക്ടർ ആയിക്കോട്ടെ, ഇൻഷുറൻസ് സെക്ടർ ആയിക്കോട്ടെ, ഇനി വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, എല്ലായിടത്തും പാൻ കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ID കാർഡ്, ഇങ്ങനെ കുറെ കാർഡുകളുമുണ്ട്. ഇതൊക്കെ നമുക്ക് പാരയായി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. SSLC ബുക്കിലും അല്ലെങ്കിൽ നമ്മുടെ ബർത്ത് രജിസ്ട്രേഷൻ ബുക്കിലുമൊക്കെ നമ്മുടെ പേരെഴുതുന്നത് എങ്ങനെ, പേരിന്റെ കൂടെ ഇനിഷ്യൽ കൂടെ ചേർത്തിട്ടാണ്. വലിയ അപകടമാണത്. ആ അപകടമാണ് തിരുത്താൻ വേണ്ടി ഞാൻ നോട്ടീസ് കൊടുത്തത്. അതായത് എന്റെ പേര് സാബു എന്നുള്ളൊരു പേരിട്ടാൽ കൊട്ടോട്ടിയുടെ കെ, സാബു കെ എന്നായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാകുക. SSLC ബുക്കിൽ എഴുതിയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാകുക. അതനുസരിച്ചിട്ടായിരിക്കും ആധാർ എടുത്തിട്ടുണ്ടാകുക. അതുകൊണ്ട് ആധാറിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് എന്താണോ SSLC ബുക്കിൽ അത് തന്നെ ആയിരിക്കും ആധാറിൽ ഉണ്ടാകുക. ആധാറിലും അതേ സാബു കെ എന്ന് തന്നെ ഉണ്ടാവുള്ളൂ. എന്നാൽ ആ സാബു കെ പാൻ കാർഡിൽ എത്തുമ്പോഴേക്കും കെ അങ്ങ് ഒഴിവാകും. കെയുടെ സ്ഥാനത്ത് കൊട്ടോട്ടി പറമ്പിലോ കൊട്ടോട്ടിയൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകുക. മുകളിൽ സാബു എന്നും താഴെ കൊട്ടോട്ടി എന്ന് എഴുതി വെക്കും. കെ അങ്ങ് പോകും. ഇവിടെ തുടങ്ങുന്നു നമ്മുടെ പ്രശ്നം. നിങ്ങൾ പാൻ കാർഡ് എടുത്തു നോക്ക്, നിങ്ങൾ ആധാർ കാർഡ് എടുത്തു നോക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. നിങ്ങളിത് അനുഭവിക്കുമ്പോൾ മാത്രമേ, നെട്ടോട്ട് ഓടുമ്പോൾ മാത്രമേ ഇത് അനുഭവിക്കൂ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സീരിയസ് ആണ്. നിങ്ങൾ പ്രതികരിക്കണം, കമന്റ് എഴുതണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ജനപ്രതിനിധികളോട് നിങ്ങൾ പറയണം. ഇപ്പോൾ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ പറയുന്നത് നെയിം മിസ്മാച്ച് ആണ്, ഒരിക്കലും മാച്ച് ആവില്ലെന്ന്. എയുടെ കാലമാണ്. അങ്ങോട്ട് എയിൽ കൊടുക്കണേ രണ്ടിന്റെ ഡോക്യുമെന്റ് മിസ്മാച്ച് ആയിരിക്കും. കാരണം ആധാറിൽ എഴുതിയിട്ടുള്ളത് സാബു കെ, പാൻ കാർഡിൽ എഴുതിയിട്ടുള്ളത് സാബു മോളില് കൊട്ടോട്ടി താഴെ സാബു കൊട്ടോട്ടി, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാകുക. മിസ്മാച്ച് ആവൂലേ? തീർച്ചയായിട്ടും ആകും. ഇതൊരു വലിയ പ്രശ്നമാണ്. ചുരുക്കം പറഞ്ഞാൽ പേരും സർനെയിമും അല്ലെങ്കിൽ വീട്ടുപേരും ഒക്കെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരുമിച്ച് ഒരു പേരായി എഴുതുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ എടുത്തു നോക്ക്, എങ്ങനെയാണ് അത് എഴുതിയിട്ടുള്ളതെന്ന്. ആദ്യം അപ്പന്റെ പേര്, പിന്നെ അതിനകത്തൊരു വീട്ടുപേര് അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര്, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ പേര്. 3 പേര് എമ്മകണ്ട നീളം ഉണ്ടാവും പേരിന്. എന്തിനാണ് അതിന്റെ ആവശ്യം? എന്തിനാണ് ഇങ്ങനെ പേരുകൾ എഴുതി ചേർക്കുന്നത്? പേരിന്റെ കൂടെ ഇനിഷ്യൽ ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയാണ് സിസ്റ്റം. ഇനിഷ്യലിന് സെപ്പറേറ്റ് കോളം വേണം. അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ മിസ്മാച്ച് ഒഴിവാക്കാം. ഇപ്പൊ സാബു, എന്റെ പേര് സാബു എന്ന് ഞാൻ എഴുതി വെക്കുന്നു. അതിന്റെ കൂടെ വേറൊന്നുമില്ല. ഇനിഷ്യലിന് വേറൊരു കോളം വെക്കുക. കെ ആയാലും കൊട്ടോട്ടി ആയാലും എന്ത് കുന്തായാലും അത് തന്നെ. പേര് മിസ്മാച്ച് ആകുന്ന ഒരു വിഷയമേ അല്ല, പേരിനാണ് വിഷയം. ഇല്ലെങ്കിൽ പേര് മിസ്മാച്ച് ആവും. ഇതിപ്പോ എനിക്ക് ഇത് ശ്രദ്ധയിൽ വരാൻ കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്, എന്റെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് യൂക്കോ ബാങ്കിലാണ് ഞാൻ അക്കൗണ്ട് എടുത്തേക്കുന്നത്. യൂക്കോ ബാങ്കിന് ഒരു തലതിരിഞ്ഞ ഒരു വൃത്തികെട്ട നയമാണുള്ളത്. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ആരാണോ അക്കൗണ്ട് മാനേജ് ചെയ്യുന്നത് അവർക്ക് യൂസർ നെയിം പാസ്വേഡ് കിട്ടും. ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐഡിയിലേക്ക് യൂസർ നെയിം പാസ്വേഡും വരും. അതനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലായിരിക്കും OTP മറ്റു കാര്യങ്ങൾ വരിക. അതങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ യൂക്കോ ബാങ്ക് ഒരുമാതിരി തലതിരിഞ്ഞ ബാങ്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കമ്പനിയിൽ എത്ര പേരാണോ ഉള്ളത്, അതിൽ ആരാണോ സൈനിങ് അതോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്, അതിലൊരാളുടെ പേഴ്സണൽ ID എടുത്തിട്ട് ആ പേഴ്സണൽ ഐഡിയിലേക്കാണ് ഈ കോർപ്പറേറ്റ് ഐഡികളും മറ്റു കാര്യങ്ങളും അയച്ചു കൊടുക്കുന്നത്. ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ കൊടുത്തത് എന്റെ ആധാർ, എന്റെ പാൻ നമ്പർ. അവിടെ തന്നെ ഒരു സേവിംഗ് ബാങ്ക് തുറന്നു, അതിൽ എന്റെ ആധാർ, എന്റെ പാൻ നമ്പർ. ഇപ്പോ കമ്പനിയുടെ ഇന്റർനെറ്റ് ബാങ്കിങ്ങിന് യൂസർ ഐഡിയും പാസ്വേഡും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്റെ പേര് മിസ്മാച്ച് ആണ് അത്രേ. പാൻ കാർഡിൽ കൊടുത്തിട്ടുള്ളത് സാബു എന്നുള്ള പേര്, ആധാറിൽ കൊടുത്തിട്ടുള്ളത് സാബു കെ എന്ന പേര്. ഇത് ആരാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചത്? ഓരോ മേഖലയിലും വിവിധ ഉദ്യോഗസ്ഥന്മാരെ ഇത് ചെയ്തു വെക്കണേ. ചില സെക്ഷനിൽ പോകുമ്പോൾ ഈ ഇനിഷ്യൽ ആദ്യമാണ് കൊടുക്കുന്നത്. കെ സാബു എന്നായിരിക്കും അവിടെ എഴുതിയിട്ടുണ്ടാകുക. അത് പാൻ കാർഡിലേക്ക് എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ അതുപോലെ പൂർണ്ണ രൂപത്തിൽ എഴുതേണ്ട സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടെ കൊട്ടോട്ടി സാബുവായി മാറും. ഇവിടെ നിങ്ങൾ എന്നെ അറിയുന്നത് സാബു കൊട്ടോട്ടി എന്നാണ്. അപ്പോൾ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ പേരെഴുതുന്ന സിസ്റ്റം നിർത്തണം. ഇതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇന്ത്യ എമ്പാടും പേര്
സാബു ആയാലും ഭാസ്കരനായാലും ഗോപനായാലും മമ്മദായാലും ചാണ്ടി ആയാലും കുഞ്ഞുഞ്ഞായാലും ആര് തന്നെ ആയിരുന്നാലും അവർക്കൊരു പേരേ ഉണ്ടാവുള്ളൂ. ആ പേരിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ആ പേര് മുകളിൽ എഴുതുക. പേരിന്റെ ഇനിഷ്യല് രണ്ടാമത്തെ കോളം നമ്മൾ മലപ്പുറംകാർ ഉൽപ്പോ എന്ന് പറയും. അതല്ലെങ്കിൽ ഇനിഷ്യൽ എന്നോ എന്ത് വേണമെങ്കിലും വീട്ടുപേരെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതൊക്കെ അടുത്ത കോളത്തിൽ എഴുതുക. ഈ സിസ്റ്റം നടപ്പിലാക്കിയേ പറ്റൂ. ഇത് നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും പേപ്പർ ശരിയാക്കാൻ വേണ്ടി കയറി ഇറങ്ങി ഇങ്ങനെ നടക്കേണ്ടി വരുന്നത്. ആധാറിലെ ഇനിഷ്യൽ തിരുത്താൻ, അല്ലെങ്കിൽ SSC ബുക്കിലെ തിരുത്താൻ, അതല്ലെങ്കിൽ പാൻ കാർഡിൽ തിരുത്താൻ, ID കാർഡിലെ തിരുത്താൻ, ഇനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി എന്തെങ്കിലും തിരുത്തണമെന്നുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ രേഖകൾ ഉണ്ടാക്കണമെന്നറിയോ നിങ്ങൾക്ക്? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ കാണിക്കുന്ന തെമ്മാടിത്തരം കൊണ്ട് നമ്മൾ തെക്ക് വടക്ക് നടക്കുകയാണ്. ഇതൊന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പിൽ ഇന്ത്യയിൽ ആരാണോ ഇതിന്റെ ഉത്തരവാദിത്വമുള്ളത് ആ മന്ത്രി അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ അറിയിക്കാൻ വേണ്ടി ഒരു MP സമീപിച്ചപ്പോ ഇത്രയും കാര്യപ്പെട്ട ഒരു വിഷയമായിരുന്നിട്ട് കൂടി ആ MP തിരിഞ്ഞു നോക്കിയില്ല, യാതൊരു റിപ്ലൈയും തന്നില്ല എന്നുണ്ട്. നോട്ടഡ് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്ന് എനിക്ക് സംശയം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. Different angles. Don't forget to subscribe and support this channel.